Hey guys, welcome back. Welcome back to yet another episode. How are you all? I am good here. അപ്പോൾ ഇന്ന് ഒരു കൈൻഡ് ഓഫ് ഒരു ചാറ്റ് ഒരു കോൺവെർസേഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇതിനെ പ്രതീക്ഷിക്കുന്നത്. എക്സെപ്റ്റ് വേറെ ഒരു ഐഡിയാസ് ഒന്നും നോക്കിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് നല്ല കണ്ടന്റ് ഒന്നും കിട്ടിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ വൈ നോട്ട് നമുക്കൊരു കോൺവെർസേഷൻ കൈൻഡ് ഓഫ് ഒരു സംഭവം ആക്കാം എന്ന് വിചാരിച്ചു. ആൻഡ് ഇറ്റ് മൈറ്റ് ബി ഇൻട്രസ്റ്റിംഗ്. കാരണം എനിക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് തോന്നിയത്. നിങ്ങൾ കുറച്ചൊക്കെ തംബ്നെയിലിൽ നിന്ന് കണ്ടു കാണും. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് കേട്ടപ്പോൾ എനിക്കും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ അതിനെ കുറച്ച് ചകഞ്ഞ് റിസർച്ച് ചെയ്തപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ലെറ്റ് മീ ഷെയർ ദാറ്റ് വിത്ത് യു. ആൻഡ് അത് മാത്രമല്ല, ഞാൻ എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പായിരുന്നു UAE. അപ്പോൾ ഇന്ന് ഞാൻ UAEയിൽ വന്നിട്ട് ഒരു 3 months-ഓളം ആയി. അപ്പോൾ ഇവിടെ ഞാൻ വന്നിട്ട് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ചില കാര്യങ്ങളാണ് ഞാൻ ഫസ്റ്റ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതെനിക്ക് അറിയില്ല, ബിക്കോസ് എനിക്കറിയില്ലുണ്ടായിരുന്നില്ല. അതായത് UAEയിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് എനിക്ക് തീരെ അറിയില്ലുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് ഞാൻ സ്വയം കണ്ടിട്ടാണ് എനിക്ക് മനസ്സിലായത്. ആരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമില്ല. ഞാൻ ഓൾറെഡി അങ്ങനത്തെ ഒരു വീഡിയോ കണ്ടിട്ടുമില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ ഫാനില്ല. സത്യമായിട്ടും ഫാനില്ല. എനിക്കിത് ബാക്കിയുള്ളവർക്ക് അറിയാമായിരുന്നോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കറിയില്ലുണ്ടായിരുന്നില്ല. കാരണം ഞാൻ വിചാരിച്ച എല്ലായിടത്തും ഫാൻ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഫാൻ എല്ലായിടത്തും അതൊരു കോമൺ സംഭവമല്ലേ എന്ന് ഞാനും വിചാരിച്ചു. പക്ഷേ UAEയിൽ ഞാൻ പോയിട്ടുള്ള ഒരു റൂംസിലും സീലിംഗ് ഫാൻ ഇല്ല. അതുപോലെ ഞാനിപ്പോൾ പോയ ഹോട്ടൽസിലും ഇല്ല, അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇൻ്റർവ്യൂവിന് പോയ ഓഫീസിലും ഇല്ല, ഒന്നിലും ഒരു സീലിംഗ് ഫാൻ ഇല്ല. അത് എന്തുകൊണ്ടാണ് സീലിംഗ് ഫാൻ ഇല്ലാത്തതെന്ന് എനിക്കറിയത്തില്ല. ബിക്കോസ് എല്ലായിടത്തും AC ഉണ്ട്, അറ്റാച്ച്ഡ് AC ആയതുകൊണ്ടാകാം. പിന്നെ എല്ലാവരും ചെയ്യുന്നൊരു പരിപാടിയാണ് ഇതാ അവിടെ ഇരിക്കുന്നുണ്ടോ സ്റ്റാൻഡ് ഫാൻ മേടിക്കുക. കാരണം നമുക്കൊക്കെ ശബ്ദം കേട്ടിട്ട് വേണ്ടേ ഉറങ്ങാൻ. എനിക്ക് ഫാനിൻ്റെ ശബ്ദം കേട്ടിട്ട് ഉറങ്ങുന്നതാണ് ഇഷ്ടം, പക്ഷെ ഇപ്പോൾ കുറച്ച് ശീലമൊക്കെ ആയി അല്ലാതെ. അപ്പോൾ അങ്ങനെ എല്ലാവരും മിക്കവരും വീട്ടിൽ ഒരു സ്റ്റാൻഡ് ഫാൻ ഇങ്ങനെ മേടിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഫസ്റ്റ് തിങ്. എനിക്കത് കുറച്ചൊരു എക്സൈറ്റഡ് ആയിരുന്നു, ബിക്കോസ് എനിക്കറിയത്തില്ല ഇവിടുത്തെ ഓരോ വീടുകളിലും ഫാൻ ഇല്ലയെന്ന്. ആൻഡ് രണ്ടാമത്തെ ഞാൻ പഠിച്ച കാര്യമാണ്, ഓക്കെ അതും ഞാൻ സെൽഫായിട്ട് പഠിച്ച കാര്യമാണ്. നമ്മളിവിടെ മെട്രോയിൽ പോവും. അപ്പം മെട്രോയിൽ പോകുമ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം എൻ്റെ ഇൻ്റർവ്യൂവിന് വേണ്ടി ഒറ്റയ്ക്ക് മെട്രോയിൽ പോയി. ഇവിടെ നിന്ന് ബസ് കയറി ഒരിടത്തെത്തി, സ്റ്റേഡിയം എന്ന് പറഞ്ഞ അടുത്തെത്തി, സ്റ്റേഡിയം മെട്രോ എടുത്ത് അങ്ങനെ 2 മെട്രോ എടുത്ത് മെട്രോ പോയി. അപ്പോൾ ഈ മെട്രോയുടെ ഇൻ ബിറ്റ്വീൻ നമ്മൾ മെട്രോ കയറുന്നിടത്തൊക്കെ എസ്കലേറ്റർ ഉണ്ടാവില്ലോ. നോർമലി ഇപ്പോൾ നമ്മൾ ഓരോരുത്തർക്ക് പോകുമ്പോൾ ഉള്ള എസ്കലേറ്റർ. അപ്പോൾ ഈ എസ്കലേറ്ററിൽ ആദ്യം ഞാൻ കയറിയപ്പോൾ ഒന്നും നോട്ടീസ് ചെയ്തില്ല. രണ്ടാമത് കയറിയപ്പോൾ എനിക്കങ്ങനെ ഒരു പൊസിഷനൊന്നും ഇല്ല നിൽക്കാൻ, ലെഫ്റ്റ് നിൽക്കണോ റൈറ്റ് നിൽക്കണോ. ഞാൻ എവിടെ കിട്ടുന്ന സെൻറ്ററിലോ ലെഫ്റ്റിലോ എവിടെ സ്പേസ് അവിടെ അങ്ങ് നിൽക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഈ റൈറ്റ് സൈഡിൽ ഇങ്ങനെ ലൈനായിട്ട് നിൽപ്പുണ്ട്, അതായത് 1 by 1 അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിൽപ്പുണ്ട്. അപ്പം ഞാനാണെങ്കിൽ ഇപ്പുറത്തോട്ട് മാറിയാണ് നിൽക്കുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ബാക്കിൽ എനിക്ക് എക്സ്ക്യൂസ് മീ എന്നൊരു വിളി കിട്ടി. അപ്പം ഞാൻ മാറി ആൾ കയറിപ്പോയി. കുറച്ച് നേരം കൂടെ ഞാൻ അതേ ലെഫ്റ്റ് സൈഡിൽ നിന്നപ്പോൾ വീണ്ടും ഒരു എക്സ്ക്യൂസ് മീ കേട്ടു. അപ്പോൾ വീണ്ടും ഞാൻ സൈഡിലോട്ട് മാറി ആൾ കയറിപ്പോയി. അപ്പോഴാണ് എനിക്ക് കാര്യം കത്തിയത്. നിങ്ങൾ തിരക്ക് പിടിച്ചാണ് എസ്കലേറ്ററിൽ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ലെഫ്റ്റ് സൈഡ് യൂസ് ചെയ്യാം. അവിടെ എപ്പോഴും ഫ്രീ ആയിട്ട് കിടക്കും. നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കൂടെ പെട്ടെന്ന് എസ്കലേറ്റർ നിൽക്കണ്ട, കയറി റൺ ചെയ്ത് നിങ്ങൾക്ക് പോവാം. അതേസമയം നിങ്ങൾക്ക് സമയമുണ്ട്, പെട്ടെന്ന് ധൃതിയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ നിൽക്കേണ്ട റൈറ്റ് സൈഡിലാണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ ക്യൂ ബൈ ക്യൂ ആയിട്ട് നിൽക്കുന്ന അവർക്ക് പെട്ടെന്ന് പോകാനുള്ള ധൃതിയില്ല, എസ്കലേറ്റർ അവിടെ എത്തുമ്പോൾ പോയാൽ മതി. അങ്ങനെയുള്ളവരാണ് ഈ റൈറ്റ് സൈഡിൽ നിൽക്കുന്നത്. അത് ഞാൻ അന്ന് പഠിച്ച പാഠമാണ്. എത്ര പേരാണെന്നറിയോ എൻ്റെ അടുത്ത് എക്സ്ക്യൂസ് മീ പറഞ്ഞു പോയത്. അപ്പം അത് ഞാൻ അന്നാണ് പഠിച്ചത്. ഓക്കെ, ഈ റൈറ്റ് സൈഡിൽ നിൽക്കുന്നവർ പതുക്കെ സമാധാനത്തിന് മുകളിൽ പോയാൽ മതി. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ സ്പേസ് ഇട്ടേക്കണം. അതെന്ന് വെച്ചാൽ ഈ പെട്ടെന്ന് ധൃതി പിടിച്ചിട്ടൊക്കെ പോകുന്നവർക്ക് ഓടി എസ്കലേറ്ററിൻ്റെ സൈഡിൽ കൂടെ പോകാനായിട്ട്. അത് ഞാൻ അപ്പോഴാണ് പഠിച്ചത്. പിന്നെ മൂന്നാമത്തത് ഞാൻ ഞെട്ടിയ കാര്യം, ഇവിടുത്തെ എല്ലാ ഫ്ലാറ്റ്സിലും വില്ലകളും അങ്ങനെ ആയിരിക്കാം. ഞാൻ പോയ ഫ്ലാറ്റ്സിൽ ഇതുവരെ വില്ലാസിലൊന്നും പോയില്ല. ഫ്ലാറ്റ്സിലൊക്കെ വാഷ്റൂമിൽ ബാത്ത് ടബ് ഉണ്ട്, മെജോറിറ്റി ബാത്ത് ടബ്. നമുക്കിപ്പോൾ കുളിക്കണമെങ്കിൽ ഈ ബാത്ത് ടബിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് വേണം നമ്മൾ കുളിക്കാൻ. നമ്മുടെ വാഷ്റൂം സെറ്റപ്പ് പോലെ അല്ല ഇവിടുത്തെ. അപ്പോൾ നമ്മൾ ഈ ബാത്ത് ടബിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് ബാത്ത് ചെയ്യുന്നത്. എല്ലാവരും എല്ലാ ടൈമിലും ബാത്ത് ടബിൽ കിടന്ന് കുളിക്കാറില്ലല്ലോ. അപ്പം നമുക്ക് നിന്ന് കുളിക്കണമെങ്കിൽ ബാത്ത് ടബിൽ കയറി നിന്ന് കുളിക്കണം. അങ്ങനെ ഇത് ഇത്രയുമായിരുന്നു ഞാനിവിടെ വന്നിട്ട്. പിന്നെ UAE അത്ര എക്സ്പെൻസീവ് ആണെന്ന് എനിക്ക് അറിയില്ലുണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് അത്രയും എനിക്കൊരു ഇതുണ്ടായിരുന്നില്ല. ഇവിടെ വന്നതിന് ശേഷം നമ്മളൊരു നോർമൽ ലിവിങ് സ്റ്റൈൽ തുടങ്ങിയപ്പോഴാണ് UAE എത്രത്തോളം എക്സ്പെൻസീവ് ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. പൊതുവേ ദുബായ്
ആൻഡ് ഇൻ ദ കേസ് എക്സ്പെൻസീവ് എന്ന് പറയുമ്പോൾ ഗ്രോസറിയുടെ കേസിലായാലും നല്ല എക്സ്പെൻസീവാണ്. മോർ ദാൻ റെൻറ്റ്. ഇപ്പോൾ റെൻറ്റ് നല്ല കൂടുതലാണ്. അപ്പോൾ ഷാർജ ദുബായിൽ വരുമ്പോൾ ദുബായിൽ നമുക്കൊരു മിനിമം 3,000 ദിർഹത്തിനൊക്കെ മുകളിൽ, അപ്പോൾ 3 to 60,000 സംതിങ് ഒക്കെ വരും നാട്ടിൽ. നല്ലൊരു ഫ്ലാറ്റ് കിട്ടണമെങ്കിൽ മിനിമം ആ റേഞ്ചിന് മുകളിലാണ്. നല്ല എക്സ്പെൻസീവാണ് ദുബായിൽ. ഷാർജയിലും ഇപ്പോൾ അത്യാവശ്യം എക്സ്പെൻസീവാണ് ചില ഏരിയാസിൽ. പിന്നെ ചില ഏരിയാസിൽ നമുക്ക് കുറച്ചുകൂടെ റെൻറ്റ് കുറവ് കിട്ടും. പക്ഷേ ആ ഏരിയാസിലെ പ്രശ്നം എന്ന് വെച്ചാൽ ട്രാഫിക്. അപ്പോൾ ഇവിടുത്തെ ട്രാഫിക് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ത് ചോദിച്ചാലും ട്രാഫിക്കിലായിരുന്നു, അതുകൊണ്ടാണ് ലേറ്റ് ആയെന്നൊക്കെ. പക്ഷേ ഞാൻ പോയി കിടന്നപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. 1 മണിക്കൂർ 2 മണിക്കൂർ 10 മിനിറ്റിൽ എത്തേണ്ട ഒരിടത്ത് നമ്മൾ 2 മണിക്കൂറൊക്കെ ട്രാഫിക്കിൽ കിടക്കും. അപ്പോൾ മിനിമം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഷാർജയിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വർക്ക് വരുന്നത് ദുബായിൽ ക്യുസൈസിൽ. അപ്പോൾ ആൾക്ക് ഇവിടുന്ന് മൊത്തത്തിൽ ഒരു പെട്ടെന്ന് നോക്കിയാൽ 15 മിനിറ്റൊക്കെ ആവത്തോളായിരിക്കും. പക്ഷേ 1.5 മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് ആൾ ഓഫീസിൽ പോയിട്ട് വരിക. എന്ന് വെച്ചാൽ അത്ര ട്രാഫിക്കാണ്. അങ്ങനെ ഈ ട്രാഫിക് എന്നുള്ള കേസ് നമ്മൾ പോയി കിടന്നാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. ക്ഷമ പഠിക്കാൻ നമുക്ക് ഇവിടോട്ട് വന്നാൽ നന്നായി നമ്മൾ ക്ഷമ പഠിക്കും. കാരണം 10 മിനിറ്റിൽ എത്തേണ്ടടുത്ത് നമ്മൾ 1 മണിക്കൂർ എടുക്കും. അതും ചില സമയത്ത് നമ്മളിങ്ങനെ മാപ്പിലൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ ചുമന്ന ഇങ്ങനെ കാണാം. അതെന്ന് വെച്ചാൽ ട്രാഫിക്കായിട്ട് കിടക്കുന്നതാണ്. അതായത് ഒരു 10 മിനിറ്റ് പോകേണ്ടത് ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ 1.5 മണിക്കൂറിൽ നമ്മളവിടെ എത്തും. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ട്രാഫിക്കിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ദുബായ് ഒരു പുതിയ ഇന്നോവേഷൻ കൊണ്ടുവന്നു എന്ന് ഞാൻ അറിഞ്ഞത്. ദാറ്റ് ഈസ് എയർ കാർ. അപ്പോൾ പണ്ട് കാർട്ടൂണൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ ഇങ്ങനെ പറന്നു പോകുന്ന കാറുകളൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷെ പെട്ടെന്ന് ഒരു റിയൽ ലൈഫിൽ 2026 ഒരു എയർ കാർ കൊണ്ടുവരുന്നു എന്ന് അറിഞ്ഞപ്പോൾ ദാറ്റ് വാസ് സോ ഇൻട്രസ്റ്റിംഗ് ഫോർ മീ. എനിക്കത് ഭയങ്കര അതിശയമായിരുന്നു. എയർ കാറോ എന്ന്. പിന്നെ ഒരു കേസ് മനസ്സിലായി, ട്രാഫിക്കിൽ എന്തെങ്കിലും ഒരു പുതിയ ഇന്നോവേഷൻ കൊണ്ടുവന്നാലേ ഇവിടെ കുറച്ചുകൂടെ ബേസിക് ആയിട്ട് ഒരു ജീവിച്ച് പോകാൻ പറ്റൂ എന്നുള്ളത് കൊണ്ടായിരിക്കും അവർ എയർ കാർ കൊണ്ടുവന്നത്. ബേസിക്കലി ഇതാണ് ഈ എയർ കാർ. ഇത് 2026 അവർ ഇനോഗ്രേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതിൻ്റെ മെയിൻ ഇതെന്ന് വെച്ചാൽ ടൈം ലാഭിക്കാം, ട്രാഫിക്കിൽ നിന്ന് ടൈം രക്ഷപ്പെടാം. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഒരു പുതിയ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വിസിറ്റ് ചെയ്യുന്നിടത്ത് ഒരു പുതിയൊരു ഐഡിയ ആണല്ലോ. അപ്പോൾ നമുക്കായാലും ഒരു എയർ കാർ എന്ന് പറഞ്ഞ ഒരിടത്ത് ഉണ്ടാകുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് കയറാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടും. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. പിന്നെ ട്രാവൽ ടൈം കുറയ്ക്കാം. പിന്നെന്ന് പറഞ്ഞാൽ സീറോ പൊല്യൂഷൻ ഭയങ്കര കുറവാണ്. അവർ പറയുന്നത് 0 കാർബൺ എമിഷൻ ആണെന്നാണ് പറയുന്നത് ഈ എയർ കാറിൻ്റെ. ആൻഡ് ഓൾസോ ഇതിൽ ഒരു പൈലറ്റും 4 പാസഞ്ചേഴ്സും ആണ് ഒരു എയർ കാറിൽ അറ്റ് എ ടൈം പോകാൻ പറ്റുന്നതെന്നാണ് എൻ്റെ റിസർച്ചിൽ നിന്ന് ഞാൻ കണ്ടുപിടിച്ചത്. ആൻഡ് ഓൾസോ ഇതിന് 4 ഇനിഷ്യൽ വേർട്ടിപോർട്ട്സ് ആണ് വരുന്നത്. അതായത് നമ്മുടെ ബസ് സ്റ്റോപ്പ് പോലെ അല്ലെങ്കിൽ എയർപോർട്ട് പോലെ. ഒരെണ്ണം ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ, പിന്നെ ഡൗൺ ടൗൺ പാം ജുമൈറ ദുബായ് മറീന. ആൻഡ് ലുക്ക് അറ്റ് ദ പിക്ചർ. നമ്മൾ പണ്ട് കാർട്ടൂൺസിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ റിച്ച് കാർട്ടൂൺസും അങ്ങനത്തെ ഒക്കെ ഓരോ കാർട്ടൂൺസിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള വെഹിക്കിൾസ് ഉണ്ടാവും, ഇതുപോലെ ഫ്ലൈ ചെയ്ത് പോകുന്നതും. അങ്ങനത്തെ ഒരു സാധനം റിയലിസ്റ്റിക് ആയിട്ട് റിയൽ ആയിട്ട് ഒരു നാട്ടിൽ വരിക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ക്വൈറ്റ് ഡിഫറെൻറ്റ്. എത്രത്തോളം നമ്മുടെ ഒരു ടെക്നോളജീസ് വളർന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അല്ലേ? ഓക്കെ, ഇത് ഞാൻ അറിഞ്ഞിട്ട് കുറച്ച് ആളായിട്ടേ ഉള്ളൂ. നിങ്ങൾ മേ ബി കുറേ നാൾ മുമ്പ് അറിഞ്ഞിട്ടുണ്ടാവും. ബട്ട് ദിസ് വാസ് സോ ഇൻട്രസ്റ്റിംഗ് ഫോർ മീ ടു ബി ഓണസ്റ്റ്. ഒരു എയർ കാറൊക്കെ വരികയാണ്. പിന്നെ നമുക്ക് ഐ ആം ജസ്റ്റ് വെയിറ്റിംഗ് ടു ഗെറ്റ് ഇൻ ടു ദാറ്റ്. വലിയ കോസ്റ്റും ഇറ്റ്സ് നോട്ട് ടു എക്സ്പെൻസീവ്. ഓൾറെഡി ഇവിടുത്തെ എല്ലാം കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ആണോ, നമുക്ക് നോർമൽ ആൾക്കാർക്ക് കയറാൻ പറ്റാത്ത രീതിയിലുള്ള എക്സ്പെൻസീവ് ഒന്നും അല്ല എയർ കാർ എന്നാണ് ഞാൻ കണ്ട റിസർച്ചിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. And that's it. I hope this was a new information for you guys. അതല്ലെങ്കിലും സാരമില്ലടാ, ഇറ്റ്സ് ഓക്കെ. കാരണം ഇതൊക്കെ എനിക്ക് പുതിയ ഇൻഫർമേഷൻ ആയിരുന്നു. ഇതൊക്കെ ഞാനിവിടെ വന്നതിന് ശേഷമാണ് കണ്ട് നോക്കി പഠിച്ചത്. ഇതൊക്കെ. അപ്പോൾ I'll be sharing the pictures along with this video. So അപ്പോൾ ഫസ്റ്റ് എനിക്ക് 2026 മൈ ഫസ്റ്റ് വിസിറ്റ് ഇൻ ദുബായ് എയർ കാർ എന്ന് ഇടാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സോ ലെറ്റ് സീ ഇൻ 2026 മൈ ഫസ്റ്റ് ദുബായ് എയർ കാർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ഈ യൂട്യൂബിൽ ഇടും എന്ന് വിചാരിച്ചുകൊണ്ട് let me wind up this video, guys. So I hope you like this video. If you like this video, please don't forget to like, share, comment and subscribe. See you on my next video. Bye bye.